ജേണി ചാറ്റിൻ്റെ പുതിയൊരു കിടിലൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ പ്രാവശ്യം എപ്പോഴും ചെയ്യുന്നതിനേക്കാളും ഡിഫറെൻ്റ് ആയിട്ടുള്ള സംഭവം. നമ്മൾ 4 ദിവസത്തെ ഓവർലാൻഡിങ്ങാണ്. കിടിലൻ ട്രയൽ എന്ന് വെച്ചാൽ ഇത് കിടിലൻ ട്രയലാണ്. 4 ദിവസത്തെ 100 കിലോമീറ്ററുള്ള ഓഫ് റോഡ് ട്രയൽ. നമ്മുടെ ക്യാമ്പ് സൈറ്റൊക്കെ വരുന്നത് വാട്ടർഫോളിൻ്റെ സൈഡിലാണ്. വെറുതെ പൊളി സൈറ്റ്. സോ നിങ്ങൾ വീഡിയോ കാണുക. ഞാൻ പറയുന്നതിനേക്കാൾ നല്ല കാണാൻ പോകുന്നവരും പറഞ്ഞറിയിക്കാതിരിക്കുന്നത്. അപ്പോൾ സോ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാം. നമ്മളിപ്പോൾ ഇന്ന് കയറി, ഇന്ന് വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച രാവിലെ 11 മണി. നമ്മളിനി ഇവിടുന്ന് ഇറങ്ങുന്നത് തിങ്കളാഴ്ച ഉച്ച കഴിഞ്ഞിട്ട് നമ്മൾ പുറത്ത് പോകത്തുള്ളൂ. കാരണം അത്രയും നമുക്ക് ഓടാനുണ്ട്, 100 കിലോമീറ്റർ. അപ്പോൾ എല്ലാവരും എയർ ഡൗൺ ചെയ്ത് ഇവിടുന്ന് പോകാം. നമ്മുടെ കൂടെ ഒരാളോട് ഉണ്ട്, രഞ്ജിത്ത് മുമ്പിലുണ്ട്. അവൻ ഒരു 7 മൈൽ വരുന്നുള്ളൂ. ഒരു ചെറിയൊരു വെള്ളച്ചാട്ടുണ്ട്, അവിടെ വരെ അവൻ വരുന്നുണ്ട്. അവൻ തിരിച്ചു പോകും. അവൻ്റെ വണ്ടി കൊണ്ടുപോകാൻ പറ്റില്ല നമുക്ക്. അങ്ങനെ നമ്മൾ നമ്മുടെ ട്രയൽ തുടങ്ങി. ഇനി നമ്മുടെ എയിം എന്ന് പറയുന്നത് ഫസ്റ്റ് വാട്ടർഫോളുള്ള ക്യാമ്പ് സൈറ്റിലേക്ക് എത്തുക എന്നുള്ളതാണ്. സോ ഇത് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. എങ്ങനെയാ സീനൊന്നും അറിയത്തില്ല. അപ്പം ഉച്ചയ്ക്ക് ഒരു 12:02 നമ്മൾ കുറച്ച് ലേറ്റായി പോയി ട്രയലിലെത്താൻ. സോ നമ്മുടെ കൂടെ ഒരു ഫോർഡ്, അതിൻ്റെ പേരെനിക്ക് അറിയത്തില്ല, നമ്മുടെ നാട്ടിലെ എക്കോസ്പോർട്ടിൻ്റെ തന്നെ ഒരു പേരുണ്ട്, അതുണ്ട്. സോ അത് കയറി പോകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അറിയില്ല അത് സ്ട്രഗിൾ ചെയ്യുമോ നമുക്ക് നോക്കാം. നമ്മുടെ സൈഡിലുള്ള റോഡ് വാട്ടർഫോളാണ്. മനസ്സിലാവും. ഇവിടുത്തെ ഒരു പുഴയാണ്. ഇതിൻ്റെ സൈഡിലാണ് നമ്മൾ ക്യാമ്പ് ചെയ്യാൻ. സത്യം പറഞ്ഞാൽ നമ്മൾ പുഴയ്ക്കകത്തോട്ട് ഇറങ്ങിയിട്ടാണ് ക്യാമ്പ് ചെയ്യുക. കിഡിലൻ എന്ന് പറഞ്ഞാൽ കിഡിലൻ ട്രയലാണ്. ഇവിടെ കുറച്ച് സീനുണ്ട്. നമ്മുടെ ഫോർഡ് വരുമോ നമുക്ക് നോക്കാം. പോട്ടെ ഒന്നുമില്ല തട്ടാൻ. നീ വാ, നിന്നെ ഞാൻ നോക്കി പറഞ്ഞോളാം. തട്ടാനൊന്നും ഇല്ലടാ, അത് തട്ടുന്നൊന്നുമില്ല. നീ നോക്ക്, ഞാൻ പറഞ്ഞുതരാം. ഞാൻ അടി നോക്കി പറഞ്ഞുതരാം. പോരെ പതിയോ എന്നാ മതിടാ. അയ്യോ, ഞാൻ പെട്ടല്ലോ. എവിടെ തട്ടിയില്ലല്ലോ നീ. ബാക്ക് എടുത്തിട്ട് പോയടാ. ഇറങ്ങിയോ. വിട്ടോ പ്രോ എടുത്തില്ലേ. ഡ്രൈവർ
പോട്ടെ. ബാ 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 ബാ. ഡ്രൈവർ 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 ഡ്രൈവർ. ഇറങ്ങിപ്പോവുക. ഹൈ അത് വേണ്ടായിരുന്നു, അതവന് കട്ട് ചെയ്യാനുള്ളതാണ്. അതെ, എനിക്ക് കുളിക്കാനുള്ള സ്ഥലമേ. തണുപ്പുണ്ടോ നോക്കിയാൽ മതി. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നലെ ഇവിടെ വന്നു, ക്യാമ്പ് ചെയ്തു. സോ നമ്മുടെ സെറ്റപ്പൊക്കെ ഇവിടെ ഉണ്ട്. ഞാനെല്ലാം നിങ്ങളെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. സ്ഥലമെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല, വൈബ് സ്ഥലം. കുറച്ച് ഡ്രോൺ ഫുട്ടേജ് ഉണ്ട്, നിങ്ങൾ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. സോ ഇവിടെ നമ്മൾ നമ്മുടെ ജീപ്പ് ഇട്ടു. ഇവിടെ അവിടെ രഞ്ജിത്തും വൈഫും ടെൻ്റ് അടിച്ചു. ഇവിടെ രാഹുൽ ബ്രോയുടെ ടെൻറ്റ്. ഇവരവിടെ ക്യാമ്പ് ഫയർ ഇട്ട് മാഷ്മല തിന്നു. സോ ഇവർ അതുലിൻ്റെ ജീപ്പ്. ഇനി ഞാൻ നിങ്ങൾക്ക് ഇവിടുത്തെ സ്ഥലം കാണിച്ചത്. ഇത് കണ്ടോ, അന്യായ വൈബ് എന്ന് വെച്ചാൽ അന്യായ വൈബ്. നമ്മൾ ടൊറൻറ്റോ ഒരു 600 കിലോമീറ്റേഴ്സ് എബോവ് ഓടിയിട്ടാണ് ഇവിടെ എത്തിയത്. പക്ഷേ ഒരു രക്ഷയില്ല, വാട്ടർഫോൾ ഉള്ള ക്യാമ്പ് സൈറ്റ്. ഈവൻ നമ്മളിപ്പോൾ പൈസ കൊടുത്താൽ പോലും നമുക്ക് ഇങ്ങനൊരു സ്പേസ് കിട്ടത്തില്ല. കണ്ട വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ RTT എന്നുള്ള വ്യൂ ഒരു രക്ഷയില്ല. വാട്ടർഫോള്, അവിടെ ചെറിയൊരു കുന്ന്, അന്യായ വൈബ്. സോ ഞങ്ങളിനി നൈസ് ഇപ്പോൾ ഒരു 5 മണിയായി. ഇപ്പം മഴ സ്ട്രോമലായിട്ട് വന്നിട്ടുണ്ട്. സോ നമ്മൾ ജസ്റ്റ് എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കിയിട്ട് നമ്മൾ ടെൻറ്റിൽ കയറും. ഇതിപ്പോൾ സാറ്റർഡേ ഈവനിങ് ആയി. ഇന്നലെ വീഡിയോ എടുക്കാനുള്ള സിറ്റുവേഷൻ ഇല്ലായിരുന്നു, നമ്മൾ ടയേർഡായിരുന്നു, അതുകൊണ്ടാണ് ഇന്നലെ വീഡിയോ ഒന്നും എടുക്കാനും. സോ ഇതാണിപ്പോൾ കറണ്ട് സിറ്റുവേഷൻ. ഇവരിവിടെ ബിയറൊക്കെ തണുത്ത വെള്ളത്തിൽ വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മുടെ കൂളർ ബോക്സ്, നമ്മുടെ സാധനങ്ങൾ, നമ്മുടെ ഡീസൽ ലീറ്റർ ഇവിടെ ഉണ്ട്. ഇതാണ് അപ്പോൾ സംഭവം. നമ്മുടെ ക്യാമ്പ് ഫയർ സെറ്റപ്പ്. ഇതൊക്കെ പിടിച്ചു വരുന്നത്, ഇത് പച്ച പൈനാണ്. ഹലോ ഗൈസ്, അപ്പോൾ 3rd ഡേ നമ്മുടെ ടെൻറ്റിൽ നിന്നുള്ള വ്യൂ ഞാൻ കാണിച്ചു തരാം. നമ്മൾ രാവിലെ എണ്ണിട്ട് പുറത്തോട്ട് ഇറങ്ങാൻ പോകുന്നു. ഇതാണ് നമ്മുടെ വ്യൂ വരുന്നത്. കണ്ട വെള്ളച്ചാട്ടം നൈസല്ലേ. സോ ഞായറാഴ്ച രാവിലെ 10 മണിയായി നമ്മൾ എണ്ണിട്ടപ്പോൾ ഇന്നലെ കിടക്കുന്നപ്പോൾ ലേറ്റായി. ഇനി നമ്മൾ ഇവിടുന്ന് ഇറങ്ങണം, റെഡിയാവണം, ഡിന്നർ ഉണ്ടാക്കണം. നാളെ രാവിലെ നമ്മൾ ഇവിടുന്ന് പോകും. അങ്ങനെ നമ്മൾ ഇവിടുന്ന് പാക്കപ്പാണ്. ഇപ്പോൾ നമ്മുടെ വാട്ടർഫോൾ ലാസ്റ്റ് ഒരു വിഷ്വൽ നമ്മളെല്ലാം പാക്കപ്പ് ചെയ്തു. നമ്മുടെ ടെൻ്റൊക്കെ മടക്കി കയറ്റി. ഇതേ അവരും പാക്ക് ചെയ്തു, അവരും എല്ലാം മടക്കി കയറ്റി. രാഹുൽ ബ്രോ എല്ലാവരും സെറ്റായി. നമ്മൾ പോകുന്ന വഴിക്ക് ഇനി കുറേ കലക്കൻ സ്പോട്ടുകളുണ്ട്, അതൊക്കെ നമ്മൾ കാണിച്ചു തരാം. സോ ഇവിടെ കുറച്ച് കയറാൻ ഇച്ചിരി പാടാണ് ആ ഒരു കയറ്റം.
അവിടെ വിഞ്ചിയായിട്ട് വരുമോ നമുക്ക് നോക്കാം. മണ്ണ് വെറ്റായതുകൊണ്ട് സോ എല്ലാം സെറ്റാക്കി. നൈസായിരുന്നു ക്യാമ്പിങ്. നമുക്ക് മുമ്പോട്ട് പോകുമ്പോൾ ഉള്ള ഒബ്സ്റ്റിക്കിൾ ഞാൻ കാണിച്ചു തരാം ഡീറ്റെയിൽ ആയിട്ട്. നമ്മൾ കയറിക്കൊണ്ടിരിക്കുക. നമുക്ക് ആ വലിയ കയറ്റം കയറണം. സോ ഞാൻ ഇച്ചിരി കാല് കൊടുത്ത് കയറാൻ ആക്കുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ കയറാൻ പറ്റത്തില്ല. നമുക്ക് നോക്കാം. എല്ലാ വണ്ടിയും കയറി. നമ്മളപ്പം ഒരു ഓൾഡ് മൈൻ കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഇവിടെ പോകുന്നത്. നമ്മളവിടെ വന്നിട്ടില്ല, അപ്പോൾ അറിയത്തില്ല എവിടെയാണെന്ന്. കണ്ടാൽ വിഷ്വൽസിൽ കാണിച്ചു തരാം. സോ ഒരു പരിചയമില്ലാത്ത ട്രയലാണ്. ഇതൊരു വണ്ടി പോയിട്ടില്ല എന്ന് തോന്നുന്നു. അവിടെ ഒരു പാറ ഒരു ഇച്ചിരി പ്രശ്നം. എടാ അതിൻ്റെ മേളിൽ കൂടെ വരുന്നതായിരിക്കും നല്ലത്. അങ്ങനെ വന്നാൽ ചിലപ്പോൾ തൻ്റെ ബാക്കിൽ തലോയോ അല്ലെങ്കിൽ കൺട്രോൾ ആമിൻ്റെ ബ്രാക്കറ്റോ തട്ടാൻ ചാൻസ് ഉണ്ട്. വണ്ടി വളഞ്ഞു വരത്തില്ല. കണ്ടോ കല്ലടുക്കുന്ന കണ്ടോ തൻ്റെ വണ്ടിയുടെ ബോഡിയോട്. ഫ്രണ്ട് നോക്ക്, ഫ്രണ്ട് നോക്ക്, ഫ്രണ്ട് നോക്ക്. കുറച്ചുകൂടെ ഓടിച്ചേ. ആ മതി, ചിലപ്പോൾ തട്ടുവേ. ആ ജസ്റ്റ് മിസ്. ഓക്കെ കഴിഞ്ഞ് കയറ്റി നിർത്തുക. ഇനി ആ ബാക്കിൽ നോക്കിയോ, ബാക്കിലൊക്കെ പയ്യെ കയറ്റി തലയിട്ട് താഴോട്ട് നോക്ക്. തന്റെ കല്ലും ബാക്കിലല്ല, തല താഴത്തെ നോക്ക്, കല്ലും തമ്മിലുള്ളത്. ആ നോക്കിയിട്ട് പയ്യെ കൊണ്ടോ, പതിയെ ആ ബ്ലാക്കിലിനകത്ത് പയ്യെ കയറ്റി. വീട് നേരെ പാസഞ്ചർ. മതി 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 മതി, അത്രയും മതി, അത്രയും മതി. പതിയെ പതിയെ പതിയെ. തീർന്നില്ല മോനെ, ഫ്രണ്ടിലെ വെള്ളച്ചാട്ടം നോക്കി. ഈ എപ്പോഴും തീർന്നയാ. അടുത്ത വെള്ളച്ചാട്ടം
അടുത്ത നമ്മൾ ഈ വെള്ളച്ചാട്ടമാണ് ചെയ്യാൻ പോകുന്നത്. സീനില്ല. നേരെ ഇറങ്ങിക്കോ. കുറച്ച് പാസഞ്ചർ കേറ്. നേരെയാക്ക്. കുറച്ച് ആ പോരെ. വാ. നേരെ കഴിക്കും. ആ കല്ലിന്റെ മേളിൽ കൂടെ ഒന്നുമില്ല, നേരെ കഴിക്കും. നമ്മുടെ സ്പെയർ തട്ടിയോ? ഞങ്ങളുടെ സ്പെയർ തട്ടിയോ? എവിടെ തട്ടി? മേളിലെ മണ്ണില്. ഇപ്പോഴല്ലേ തട്ടിയോ? അത് തട്ടാവൊന്നും ചെയ്യാനില്ല. കല്ല്. ഇങ്ങോട്ട് വാ. ഡ്രൈവർ വാ. പോട്ടെ. അവൻ എങ്ങോട്ട് വളയ്ക്കണ്ട, സ്ട്രേറ്റ് നോക്കും. വളയ്ക്കണ്ട രാജോ, നേരെ പോലെ. അവിടെ പണിയെടുക്കണേ. വളയ്ക്കണ്ട, ഒന്നും ചെയ്യണ്ട, നേരെ പോലെ. നീ ആ വഴി പോവാണോ? ബമ്പർ കുറച്ച് ബാക്ക് ഇങ്ങനെ വന്നു.
അതെ അതെ അതെ. ഇല്ല, അതൊക്കെ നമ്മൾ കളഞ്ഞു. നമ്മൾ തിരിച്ചു പോകുന്ന വഴിക്ക് കണ്ടൊരു സ്പോട്ടാണ്. നൈസ്. വണ്ടി ദേ ഇവിടെ കിടക്കുന്നു. ഇതാണ് വ്യൂ. ഒരു പാക്കറ്റ് പൊട്ടിച്ചിട്ടില്ലാത്ത കേട്ടോ. കീസിന്റെ കാൽപ്പാദം നോക്കി ഗുണ്ടകളെല്ലാം ഇങ്ങനെ മറ്റന്റെ അടുത്തോട്ട് നീ ഓടിയ പോലെ ഓടാൻ കൊള്ളത്തില്ല. വണ്ടി അവിടെ കിടപ്പുണ്ട്. നൈസ്. ഡ്രോൺ പറത്തിയാലോ? മഴ എങ്ങനാ ഈ തുള്ളിക്കും. നമുക്കിവിടെ ഒരു വാട്ടർഫോൾ ഉണ്ട് പോകുന്ന വഴിക്ക്. അപ്പോൾ നമുക്കത് കാണാം. അത്യാവശ്യം നൈസ് വാട്ടർഫോളാണ്. പക്ഷേ ഇവിടെ തണുപ്പുണ്ട്. ഇവിടെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, ബ്രൂക്ക് ട്രൗട്ടിനെ പിടിക്കാൻ പറ്റുമെന്നും പറഞ്ഞിട്ട്. സോ അതിനൊരു അളവ് മെഷർമെൻ്റൊക്കെ ഉണ്ട്, നമുക്ക് വായിച്ച് നോക്കിയാൽ മനസ്സിലാവും. സോ നമുക്ക് ലൈസൻസ് ഉണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് നമുക്കത് പിടിക്കാൻ പറ്റും. ഇതുവഴിയാണ് വാട്ടർഫോളിലോട്ട് പോകുന്ന വഴി. സോ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പെയിൻറ്റിങ്സാണ് ആര് വരച്ചത്. ഇതുവഴി നടക്കണം. നൈസ് വാട്ടർഫോളാണ്. ഞങ്ങൾ ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്, അന്നേരം ഇവിടെ ഇത്രയും വെള്ളമില്ലായിരുന്നു. സോ ഇപ്പോൾ ഇവിടെ കുറച്ച് വെള്ളമുണ്ട്. വഴിയൊക്കെ അടിപൊളിയാണ്, നൈസാണ് കാണാനും നടക്കാനും ഒക്കെ. പക്ഷേ ഇച്ചിരി തണുപ്പുണ്ടെന്നുള്ള ഒരൊറ്റ പ്രശ്നമേ ഉള്ളൂ. നമുക്ക് വേണമെങ്കിൽ ഇതുവഴി ഇറങ്ങി കഴിഞ്ഞാൽ വാട്ടർഫോളിൻ്റെ അടിയിൽ നിൽക്കാം. നമുക്ക് മേളിൽ നിന്ന് കാണാൻ ഒരു വ്യൂ ഉണ്ട്. നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ഇവിടുന്ന് നിങ്ങൾക്ക് ഞാൻ പറയുന്നത് എന്തോരം കേൾക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല, കാരണം നല്ല സൗണ്ടുണ്ട്. രണ്ട് ലെയറായിട്ടാണ് വാട്ടർഫോൾ. ഇവിടെ ഒരെണ്ണം, ഇതിന് താഴെ ദേ ഇവിടെ ഒരെണ്ണം, ഇവിടെ നിന്നുള്ള വ്യൂ. ഇതാണ് വ്യൂ. നല്ല തണുപ്പുണ്ട്, വെള്ളം കൂടെ അടിക്കുന്ന കാരണം. അപ്പോൾ ഇനി നമ്മളിവിടെ ഒരു 5 മിനിറ്റ് നിന്നിട്ട് ഇവിടെ നമ്മൾ തിരിക്കും.